അപ്പോ നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സ് എന്ന സ്റ്റോറി ആരംഭിക്കുന്നത് നവംബർ 6 1983 ആദ്യം തന്നെ കാണിക്കുന്നത് USA ഒരു ലാബാണ്. അതിനകത്ത് ലൈറ്റൊക്കെ മിന്നുന്നത് കാണുമ്പോൾ തന്നെ ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. അപ്പൊ തന്നെ വാതിൽ തുറന്ന് അതിനുള്ളിൽ നിന്ന് ഒരു സയന്റിസ്റ്റ് ഓടി വരാണ് ചെയ്യുന്നത്. അദ്ദേഹം ഓടി ലിഫ്റ്റിന്റെ സ്വിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അത് വേഗമൊന്നും തുറക്കുന്നില്ല. അങ്ങനെ ലിഫ്റ്റ് തുറന്ന് അതിനകത്ത് കയറി സ്വിച്ച് നിൽക്കുമ്പോ ആണെങ്കിൽ അതിന്റെ ഡോർ അടയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര വെപ്രാളത്തോടെയാണ് പോകുന്നതെന്ന്. അങ്ങനെ അയാൾ പുറത്തു തന്നെ നോക്കി നിൽക്കുമ്പോ മുകളിൽ നിന്ന് ശബ്ദം കേട്ട് മുകളിലോട്ട് നോക്കുമ്പോ ആരോ മുകളിൽ നിന്ന് അയാളെ വലിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഫ്ലൈറ്റ് അടയുന്നുണ്ട്. അപ്പോ കഥയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അധികം പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് ബാക്കി കഥയിലോട്ട് പോവാം. പിന്നെ കാണിക്കുന്നത് മൈക്കിന്റെ വീടാണ്. വീട് കാണിക്കുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് വില്ല് എന്തോ വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് രക്തത്തിന് ദാഹിക്കുന്ന എന്തോ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനകത്ത് നിന്ന് മൈക്കാണെങ്കിൽ എന്റെ വീടിന്റെ പുറകിലെ കിണറിൽ ഇരുട്ടിനെ വിഴുങ്ങുന്ന എന്തോ ഉണ്ട്, അതിന്റെ ശബ്ദമാണ് കേൾക്കുന്നതെന്ന് എല്ലാരെയും പേടിപ്പിക്കുന്ന പോലെ പറയുമ്പോ വില്ലും അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഡസ്റ്റിൻ ആണെങ്കിൽ അത് ഡെമോഗോർഗൺ ആണെങ്കിലോ എന്ന് പറഞ്ഞ് എല്ലാരെയും നോക്കുമ്പോ ഓ ദൈവമേ, അത് ഡെമോഗോർഗൺ ആണെങ്കിൽ വളരെ കുഴപ്പാണ് എന്നൊക്കെ വീണ്ടും അവൻ തന്നെ പറയാണ് ചെയ്യുന്നത്. അപ്പൊ ലൂക്കസ് പേടി മറച്ചിടിച്ച് ഇതിൽ ഡെമോഗോർഗൺ ഒന്നും അല്ലാന്ന് പറയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കാണ് ചെയ്യുന്നത്. അവസാനം വില്ലാണെങ്കിൽ തീഗോളം നിന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോ ആണ് മൈക്കിന്റെ അമ്മ മുകളിൽ നിന്ന് ഡോർ തുറന്ന് എന്താ ചോദിക്കുമ്പോ മൈക്കാണെങ്കിൽ ഞങ്ങൾ കളിയുടെ മധ്യത്തിലാണെന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പൊ അമ്മ ദേഷ്യത്തോടെ 15 മിനിറ്റ് കൊണ്ട് കളി തീർക്കാൻ പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. അപ്പൊ മൈക്കാണെങ്കിൽ അമ്മയുടെ പുറകെ പോയി ഇനി ഒരു 20 മിനിറ്റ് കൂടി ഇന്ന് സ്കൂൾ ഉണ്ടായിട്ടില്ലേന്ന് പാവത്തെ പോലെ പറയുമ്പോ അമ്മയാണെങ്കിൽ ഞാൻ നിന്റെ ചെറുതായ ഓളിയെ കട്ടിലിൽ കിടത്തി ഉറക്കിയിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോ നീയും അവിടെ കിടന്ന് ഉറങ്ങണോന്ന് മൈക്കിനോട് പറയുമ്പോ മൈക്കാണെങ്കിൽ ആ കളിന്റെ ത്രില്ല് പോവും അമ്മ, സീരിയസ് ആയ കളിയാണെന്നൊക്കെ പറയാണ് ചെയ്യുന്നത്. അപ്പൊ അമ്മയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തീർക്കണമെന്ന് പറയുമ്പോ മൈക്കാണെങ്കിൽ അച്ഛന്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പൊ അച്ഛനും അമ്മ പറയുന്നത് പോലെ പറയാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ മൈക്കിന്റെ ഫ്രണ്ട്സ് എല്ലാരും ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് പോവാണ് ചെയ്യുന്നത്. അവിടുന്ന് അവര് പോകുമ്പോ നേരത്തെ ലാബിൽ കണ്ടതുപോലെ പതിവില്ലാതെ ലൈറ്റൊക്കെ മിന്നുന്നുണ്ട്. അപ്പൊ മൈക്കും ലൈറ്റെല്ലാം ഓഫാക്കി ഉള്ളിലോട്ട് കയറി പോവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് മൈക്കിന്റെ ഫ്രണ്ട്സ് സൈക്കിളിൽ പോകുന്നതാണ്. അപ്പോ പകുതിക്കുന്ന് ലൂക്കസ് ആണെങ്കിൽ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വേറെ വഴിയിലൂടെ പോവാണ് ചെയ്യുന്നത്. അങ്ങനെ വില്ലും ഡസ്റ്റിനും പോകുമ്പോ വില്ലാണെങ്കിൽ നമുക്ക് വേഗത്തിൽ പോവാം, ആദ്യം എത്തുന്നവർക്ക് ഒരു കോമിക് ബുക്ക് സമ്മാനമായി കിട്ടുമെന്ന് പറഞ്ഞ് വില്ല് വേഗത്തിൽ പോകുന്നുണ്ട്. അപ്പൊ ഡസ്റ്റിൻ കുറച്ച് പതിയെ എന്നൊക്കെ പറഞ്ഞ് വില്ലിന്റെ പുറകെ വെച്ച് പിടിക്കാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഞാൻ നിന്നോട് പോവാൻ പറഞ്ഞോ, തിരിച്ചു വാ, അല്ലെ ഞാൻ നിന്നെ കൊല്ലുമെന്നൊക്കെ പുറകെ നിന്ന് വിളിച്ച് പറയുന്നുണ്ടെങ്കിലും വില്ല് അതൊന്നും കേൾക്കാതെ വേഗത്തിൽ പോവാണ് ചെയ്യുന്നത്. പിന്നെ വില്ല് ഒറ്റയ്ക്ക് പോകുമ്പോ നിയന്ത്രണത്തിലുള്ള പ്രദേശം എന്ന ബോർഡ് ഒക്കെ കാണുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡാക്കാതെ അവൻ വേഗം അങ്ങോട്ട് പോവാണ് ചെയ്യുന്നത്. അപ്പോ വില്ലിന്റെ സൈക്കിളിലെ ഹെഡ്ലൈറ്റും മിന്നിക്കളിക്കുന്നുണ്ട്. അപ്പോ അവൻ പെട്ടെന്ന് നേരെ നോക്കുമ്പോ ഒരു പുകയിൽ മറഞ്ഞ ഒരു രൂപം കണ്ട് പേടിച്ച് പെട്ടെന്ന് സ്റ്റിയറിംഗ് സൈഡിലോട്ട് തിരിച്ച് അവിടെ വീഴാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ വില്ല് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് നോക്കുമ്പോ ആ രൂപം അടുത്തേക്ക് വരുന്നത് കൂടി കാണുമ്പോ വില്ലാണെങ്കിൽ സൈക്കിൾ അവിടെ ഇട്ടിട്ട് ഓടി വീട്ടിലേക്ക് പോവാണ് ചെയ്യുന്നത്. വീട്ടിൽ കയറി അമ്മയെന്ന് വിളിച്ച് എല്ലായിടത്തും നോക്കുന്നുണ്ടെങ്കിലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോ ആണ് വില്ലിന്റെ നായ കുരക്കുന്നത്. അത് കേട്ട് വില്ല് പുറത്തേക്ക് പേടിച്ചിട്ട് നോക്കുമ്പോ അവൻ ആ രൂപത്തിനെ വീണ്ടും കാണാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ അവൻ പേടിച്ച് ഫോണിൽ നമ്പർ കറക്കി അതിൽ ഹലോ എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അപ്പുറത്ത് നിന്ന് മറുപടി ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവന്റെ നായ കുരക്കുന്നുണ്ട്. അവൻ വീണ്ടും അവിടെ പോയി നോക്കുമ്പോ ആ രൂപം ജനലിന്റെ പുറത്ത് നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ തന്നെ ഫോൺ അവിടെ ഇട്ട് പുറകിലെ വാതിൽ വഴി അവന്റെ വീടിന്റെ അപ്പുറത്തുള്ള കൂടയിലേക്ക് ഓടാണ് ചെയ്യുന്നത്. എന്നിട്ട് തോക്കിന്റെ ബുള്ളറ്റെല്ലാം ഇട്ട് തോക്കും സെറ്റാക്കുന്നുണ്ട്. അവന് നല്ല പേടിയുണ്ടെന്ന് അവന്റെ കൈ വിറക്കുന്നത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. പെട്ടെന്ന് അവന്റെ പുറകിൽ മങ്ങിയ വെളിച്ചുണ്ടായിരുന്ന ലൈറ്റ് ആണെങ്കിൽ ശക്തിയായി പ്രകാശിക്കാണ് ചെയ്യുന്നത്. ആ വെളിച്ചം നേരെ ആയപ്പോ തന്നെ വില്ലിനെ അവിടെ നിന്ന് കാണാണ്ടാവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് രാവിലെ വില്ലിന്റെ വീടാണ്. അപ്പോ വില്ലിന്റെ അമ്മയാണെങ്കിൽ വില്ലിന്റെ ചേട്ടനായ ജോൺതനോട് കാറിന്റെ ചാവി ചോദിക്കുന്നുണ്ട്. അപ്പൊ ജോൺതനാണെങ്കിൽ കാര്യമായിട്ട്
ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ ജോൺസൺ എവിടെയെങ്കിലും ഉണ്ടാവും എന്ന് പറയുമ്പോൾ അമ്മ സോഫയിൽ പരതി കിട്ടി എന്ന് പറഞ്ഞ് ജോൺസന്റെ അടുത്തേക്ക് വന്ന് വില്ല് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ജോൺസൺ ആണെങ്കിൽ ഞാൻ വരാൻ ഇന്നലെ രാത്രി വൈകിയിരുന്നു, അവൻ ഉറങ്ങിയിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിച്ചെന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പോ അമ്മ പോവേണ്ട തിരക്കിൽ നിനക്ക് അവനെ വിളിച്ചൂടെ എന്ന് പറയുമ്പോൾ ജോൺസൺ ആണെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ അമ്മയാണെങ്കിൽ ചെറിയ ദേഷ്യത്തോടെ എല്ലാം ഞാൻ തന്നെ ചെയ്യണോന്ന് പറഞ്ഞ് വില്ലിന്റെ റൂമിലേക്ക് പോവാണ് ചെയ്യുന്നത്. അവിടെ പോയി നോക്കുമ്പോ ആണെങ്കിൽ അവിടെ വില്ലിനെ കാണാത്തോണ്ട് വേഗം ജോൺസന്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ റൂമിലില്ലല്ലോ, അവൻ ഇന്നലെ രാത്രി വീട്ടിൽ വന്നിരുന്നോന്ന് ഭയങ്കര വെപ്രാളത്തോടെ ചോദിക്കാണ് ചെയ്യുന്നത്. അപ്പോ ജോൺസൺ ആണെങ്കിൽ അവൻ അവിടെ ഇല്ലേ? അത് കേൾക്കുന്ന അമ്മയാണെങ്കിൽ ദേഷ്യത്തോടെ അവൻ ഇന്നലെ രാത്രി വന്നിനോന്ന് ചോദിക്കുമ്പോ ജോൺസൺ അങ്ക് അറിയില്ല എന്ന് പറയാണ് ചെയ്യുന്നത്. അത് കേൾക്കുന്ന അമ്മയാണെങ്കിൽ ഭയങ്കര വെപ്രാളത്തോടെ അതെന്താ നിനക്ക് അറിയാത്തെ, നിനക്ക് ഈ വീടിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലേ എന്നൊക്കെ പറയുമ്പോ ജോൺസനും ചെറിയ ടെൻഷനോടെ അവൻ ഫ്രണ്ട്സിന്റെ വീട്ടിലുണ്ടാവുമെന്ന് പറയുമ്പോ അമ്മ അതൊന്നും കേൾക്കാതെ ഫോൺ എടുത്ത് മൈക്കിന്റെ വീട്ടിലോട്ട് വിളിക്കാൻ ചെയ്യുന്നത്. വില്ലിന്റെ അമ്മ മൈക്കിന്റെ അമ്മയായ കരണിനെ വിളിക്കുന്നുണ്ട്. കരണ് കോൾ എടുക്കുമ്പോ തന്നെ വില്ലിന്റെ അമ്മ ഞാൻ ജോയ്സ് ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താണ് ചെയ്യുന്നത്. എന്നിട്ട് കരണിനോട് വില്ല് അവിടെ ഉണ്ടോന്ന് ചോദിക്കുമ്പോ കരണാണെങ്കിൽ അവൻ ഇവിടെ ഇല്ലല്ലോ, ഇന്നലെ രാത്രി 8 മണി ആയപ്പോ തന്നെ അവര് പോയതാണ്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോ ജോയ്സ് ആണെങ്കിൽ അവരെ കൂടി പേടിപ്പിക്കണ്ട എന്ന് കരുതി ഒന്നുമില്ല, അവൻ ഇന്ന് നേരത്തെ സ്കൂളിൽ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് കരണിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് കോള് കട്ടാക്കുമ്പോ കരണും തിരിച്ച് വിഷ് ചെയ്ത് കോള് കട്ടാക്കാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് അവരുടെ സ്കൂളാണ്. വില്ലിനെ കാണുന്നില്ല എന്ന് ജോയ്സ് മൈക്കിന്റെ അമ്മയോട് പറഞ്ഞോണ്ട് തന്നെ അവൻ നേരത്തെ വന്ന് പഠിക്കലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ലൂക്കസും ഡസ്റ്റിനും മൈക്കും അവരെല്ലാരും ക്ലാസ്സിലോട്ട് നടക്കാണ് ചെയ്യുന്നത്. അപ്പോ മൈക്കിന്റെ 2 ഫ്രണ്ട്സ് അങ്ങോട്ട് വന്നിട്ട് കോമാളികൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് കളിയാക്കാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരെ തള്ളിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മൈക്കിന്റെ സഹോദരിയായ നാൻസിയെയും അവളുടെ ബോയ് ഫ്രണ്ടായ സ്റ്റീവിനെയുമാണ്. സ്റ്റീവ് ആണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടുപോയി സ്നേഹിച്ചൊക്കെ കഴിഞ്ഞിട്ട് രാത്രി നീ ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോ നാൻസി ആണെങ്കിൽ എനിക്ക് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് ഹോപ്പറിനെയാണ്. ഹോപ്പർ അവിടെയുള്ള എല്ലാരോടും ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുമ്പോൾ അവിടെയുള്ളവരും തിരിച്ച് വിഷാക്കാണ് ചെയ്യുന്നത്. അവിടെയുള്ളവരാണെങ്കിൽ ഹോപ്പറിനോട് നിങ്ങളെ കണ്ടിട്ട് കുളിക്കാത്ത പോലെ ഉണ്ട് ചീഫ് എന്ന് കളിയാക്കും വിധത്തിൽ സംസാരിക്കുമ്പോൾ ഹോപ്പറും അത് വലിയ കാര്യാക്കാതെ ചിരിച്ചോണ്ട് അങ്ങനെയാണോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആണ് അങ്ങോട്ടേക്ക് ഗ്രാൻഡ്മ വന്നിട്ട് നീ എന്ത് ചെയ്താലും കൃത്യസമയത്ത് ജോലിക്ക് വരണമെന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പൊ ഹോപ്പർ എല്ലാം ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയുമ്പോ ഗ്രാൻഡ്മ ജോയ്സിന്റെ മകനെ കാണുന്നില്ല, അവൾ ഫുൾ അപ്സെറ്റ് ആണെന്നൊക്കെ പറയുമ്പോ ഒരു ചായ എടുത്തിട്ട് ഇത് കുടിച്ചിട്ട് പറയാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഹോപ്പർ അവന്റെ റൂമിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണെങ്കിൽ ജോയ്സ് ഇരിക്കുന്നുണ്ട്. ഹോപ്പറിനെ കണ്ടപാട് അവൾ എഴുന്നേറ്റ് എത്ര സമയമായി ഞാൻ വന്നിട്ട്, 1 മണിക്കൂറിൽ കൂടുതലായി എന്ന് ദേഷ്യത്തിൽ പറയുമ്പോ ഹോപ്പർ നിങ്ങൾ സമാധാനിക്കുന്നു പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ജോയ്സ് ആണെങ്കിൽ എന്റെ മൈൻഡ് ഫുൾ ഡൗൺ ആവുന്നുണ്ട് എന്ന് പറയുമ്പോ ഹോപ്പർ ശാന്തനായി അവൻ ചെറുതല്ലേ, അവൻ എവിടെയെങ്കിലും കളിക്കാൻ പോയിട്ടുണ്ടാവും എന്ന് പറയുമ്പോ അമ്മ വിൽ അങ്ങനെയല്ല, അവനത് ചെയ്യില്ല എന്നൊക്കെ വില്ലിനെ സപ്പോർട്ടാക്കി അപ്പൊ തന്നെ പറയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർ എന്തൊക്കെയോ സംസാരിച്ചിട്ട് എന്റെ മോനെ കണ്ടുപിടിച്ച് തരണം, ഞാൻ നിന്നോട് കെഞ്ചുവാണെന്നൊക്കെ ഹോപ്പറിനോട് വില്ലിന്റെ അമ്മ പറയുമ്പോ ഹോപ്പർ ആണെങ്കിൽ താഴോട്ട് നോക്കി ഇരിക്കാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് ആദ്യം കണ്ട ലാബാണ്. അപ്പോ സയന്റിസ്റ്റ് ആയ മാർട്ടിൻ ആണെങ്കിൽ എല്ലാരും എന്റെ കൂടെ വരൂ, ഈ മിഷൻ ഇന്ന് തീർക്കണമെന്ന് പറഞ്ഞ് റൂമിൽ കയറി സേഫ്റ്റി ഡ്രസ്സൊക്കെ ധരിച്ച് കയ്യിലൊരു തോക്കും പിടിച്ച് ലിഫ്റ്റിൽ കയറി പോവാണ് ചെയ്യുന്നത്. അങ്ങനെ അവര് മുകളിലെത്തി ടോർച്ചൊക്കെ അടിച്ച് പോകുന്നുണ്ട്. ഡോറിൽ പറ്റിപ്പിടിക്കുന്ന പോലത്തെ എന്തോ കാണുമ്പോ അവർ കുറച്ചുകൂടി അടുത്തേക്ക് പോകുമ്പോ ഭയങ്കരമായിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോൺസ്റ്ററിനെ കാണാണ് ചെയ്യുന്നത്. അവർ അതിനെ പറ്റി എന്തൊക്കെയോ പറഞ്ഞ് അവിടെ നിൽക്കാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് ഒരു കുട്ടിയെയാണ്. ആ കുട്ടിയാണ് നമ്മുടെ 11. അവൻ നിൽക്കുന്നതിന് മുന്നിലായി ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലെ സെർവന്റായ ബെന്നി ആണെങ്കിൽ വേസ്റ്റ് ബാക്കിൽ കൊണ്ടുവന്നിട്ടിട്ട് ഹോട്ടലിനകത്തേക്ക് പോകുമ്പോ തന്നെ 11നും ആ ഹോട്ടലിനുള്ളിലേക്ക് പോവാണ് ചെയ്യുന്നത്.
എലവനാണെങ്കിൽ അതിനകത്ത് കയറി അവിടെ വെച്ചിരുന്ന ഫുഡൊക്കെ കഴിക്കുമ്പോൾ ബെന്നി എലവനെ കാണാൻ ചെയ്യുന്നത് അത് മനസ്സിലാക്കിയ എലവനാണെങ്കിൽ അതെടുത്ത് അവിടെ നിന്ന് ഓടുമ്പോൾ ബെന്നി എലവനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് എലവനോട് നീ ഒരു പെണ്ണാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഹോപ്പർ വില്ലിന്റെ ഫ്രണ്ട്സിനോട് വില്ലി കാണാതായതിനെ പറ്റി ചോദ്യം ചോദിക്കുന്നതാണ്. അവരെല്ലാരും ഒരുമിച്ച് ഉത്തരം പറയുമ്പോൾ ഹോപ്പർ ആണെങ്കിൽ ഒരു സമയത്ത് ഒരാൾ മാത്രം പറയാൻ പറയുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ അവർക്ക് അറിയുന്നതൊക്കെ പറയുമ്പോൾ ഹോപ്പർ കുറച്ച് ദേഷ്യത്തോടെ സ്കൂള് കഴിഞ്ഞ നേരെ വീട്ടിൽ പോണം, അല്ലാതെ കറങ്ങി നടക്കരുതെന്ന് അവരോട് വാൺ ചെയ്യുമ്പോൾ അവരും തലയാട്ടിക്കൊണ്ട് ശരി എന്ന് പറയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് വില്ലുണ്ടാക്കിയ ചെറിയൊരു വീട്ടിൽ വന്നിട്ട് അമ്മയും അവന്റെ സഹോദരനായ ജോൺതനും അവനെ പരതുന്നുണ്ട്. പക്ഷെ അവർക്ക് അവിടെയൊന്നും വില്ലിനെ കാണാൻ പറ്റിയില്ല. പിന്നെ കാണിക്കുന്നത് ആ ഹോട്ടലിലെ സെർവൻ്റായ ബെന്നി എലവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എന്നിട്ട് ബെന്നി ആണെങ്കിൽ എന്തൊക്കെയോ എലവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും എലവൻ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ട് ദേഷ്യം തോന്നിയ ബെന്നി ആണെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചിട്ട് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാലേ നിനക്ക് തിന്നാൻ തരുമെന്ന് പറയുന്നുണ്ട്. ശേഷം ബെന്നി സ്വയം പരിചയപ്പെടുത്താണ് ചെയ്യുന്നത്. അപ്പോ എലവന്റെ കയ്യിൽ 11 എന്ന് എഴുതിയത് കണ്ട ബെന്നി ആണെങ്കിൽ ഇതിന്റെ മീനിങ് എന്താണെന്ന് എലവനോട് ചോദിക്കുമ്പോൾ എലവൻ ആണെങ്കിൽ അതങ്ങ് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ബെന്നി ആണെങ്കിൽ ഭക്ഷണം എടുത്ത് പോകുമ്പോൾ എലവൻ ഞാനാണ് എലവൻ എന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ സെർവൻ ഭക്ഷണം തിരിച്ചു കൊടുത്ത് അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. അപ്പൊ എലവൻ ആണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഫാന് കറങ്ങുന്നുണ്ട്. അത് നോക്കി അവനെന്തോ ഇഷ്ടമില്ലാന്ന് അവന്റെ നോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അത് അവൻ കണ്ണുകൊണ്ട് നോക്കി അത് നിർത്തിക്കാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് വില്ലിനെ പരതി നടക്കുന്ന ഹോപ്പറിനെയാണ്. അങ്ങനെ നടക്കുമ്പോഴാണെങ്കിൽ വില്ലിന്റെ സൈക്കിള് കിട്ടുന്നുണ്ട്. അപ്പൊ തന്നെ ഹോപ്പർ ആ സൈക്കിൾ എടുക്കുന്നുണ്ട്. പിന്നെ ഹോപ്പർ ആണെങ്കിൽ വില്ലിന്റെ സൈക്കിളും എടുത്ത് വില്ലിന്റെ വീട്ടിലോട്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പൊ വില്ലിന്റെ അമ്മയായ ജോയ്സ് ആണെങ്കിൽ സൈക്കിള് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഹോപ്പർ അതേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജോയ്സ് ഭയങ്കര വെപ്രാളത്തോടെ അതിലെന്തെങ്കിലും രക്തക്കറ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹോപ്പർ ശാന്തനായി അങ്ങനത്തെ ഒന്നും ഇല്ല എന്ന് പറയാണ് ചെയ്യുന്നത്. ശേഷം വീടൊക്കെ നോക്കിയിട്ട് അവൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ടാവുമെന്ന് പറയുമ്പോൾ ജോയ്സ് ദേഷ്യത്തോടെ നിങ്ങൾക്ക് ഇനി വീട് പരതണോ, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹോപ്പർ വാതിലിന് ചെറിയൊരു പൊട്ടൽ കണ്ടിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതങ്ങൾക്ക് അറിയില്ല, ഇവിടെ 2 ആൺകുട്ടികളില്ലേ അവര് ചെയ്തതായിരിക്കും എന്ന് ജോയ്സ് പറയാണ് ചെയ്യുന്നത്. അപ്പോഴാണെങ്കിൽ വില്ലിന്റെ വീട്ടിലെ നായ കുരയ്ക്കുമ്പോൾ ഹോപ്പർ പുറത്തു പോയി അതിനോട് എന്തിനാ കുരയ്ക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ജോയ്സ് അങ്ങോട്ടേക്ക് വന്ന് അതിന് വിശക്കുന്നോണ്ടാന്ന് പറഞ്ഞ് അതിനെ അവിടെ നിന്ന് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോ വില്ല അവസാനം പോയ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ആ കൂട പോലത്തെ സ്ഥലത്തേക്ക് ഹോപ്പർ പോവാണ് ചെയ്യുന്നത്. ഹോപ്പർ അതിന്റെ അകത്ത് കയറി ലൈറ്റ് ഇടുന്നുണ്ട്. എന്നിട്ട് വില്ല് വെച്ചിരുന്ന ബുള്ളറ്റിന്റെ പെട്ടി നോക്കുമ്പോഴാണ് ആ വീടിന്റെ ഒരു ഭാഗം പൊട്ടിയതായി ശ്രദ്ധിച്ചത്. പിന്നെ ആ ബൾബ് കുറച്ചു സമയം മിന്നി അത് ഓഫ് ആവാണ് ചെയ്യുന്നത്. അപ്പോ ഹോപ്പർ അവിടെ നിന്ന് ഒരു ടോർച്ച് ഓൺ ആക്കി കയ്യിൽ പിടിക്കുന്നുണ്ട്. അപ്പോ എന്തോ ശബ്ദം കേൾക്കുമ്പോൾ അതിനെ നോക്കി നടക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ഹോപ്പറിന്റെ ഒരു സുഹൃത്ത് ഹോപ്പറിനെ വിളിക്കുന്നത്. അപ്പോ പെട്ടെന്ന് ഹോപ്പർ നെറ്റി തിരിഞ്ഞു നോക്കി എന്താന്ന് ചോദിച്ച് പുറത്തേക്ക് പോവാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെയുള്ളവരോട് നിങ്ങൾ വേഗം പോയി തേടി എന്ന് പറഞ്ഞ് അതിനകത്ത് നിന്നെടുത്ത് ടോർച്ച് അവർക്ക് കൊടുത്ത് പോവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് ഹോപ്പറും ഹോപ്പറിന്റെ സംഘവും വില്ലിനെ അന്വേഷിച്ച് കാട്ടിലൂടെ നടക്കുന്നതാണ്. അപ്പോ ഹോപ്പറിന്റെ കൂടെയുള്ള നമ്മുടെ വില്ലിന്റെ ടീച്ചർ ആണെങ്കിൽ അവൻ നല്ല കുട്ടിയാണ് എന്നൊക്കെ ഹോപ്പറിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഹോപ്പർ അതെല്ലാം കേട്ടിട്ട് ഹോപ്പറിന്റെ മോളായ സാറയെ കുറിച്ചും പറയുന്നുണ്ട്. എന്നിട്ട് ഹോപ്പർ ആണെങ്കിൽ ഇവിടെ തേടിയിട്ട് കാര്യമൊന്നുമില്ല, വേറെ എവിടെയെങ്കിലും നോക്കണമെന്ന് പറഞ്ഞ് അവര് നടക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മൈക്കും ലൂക്കസും ഫോണിൽ സംസാരിക്കുന്നതാണ്. മൈക്കാണെങ്കിൽ ലൂക്കസിനോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഓവർ എന്ന് പറയണമെന്ന് പറയുമ്പോൾ ലൂക്കസും നമുക്ക് മനസ്സിലായി എന്ന് പറയാണ് ചെയ്യുന്നത്. അപ്പോൾ മൈക്കാണെങ്കിൽ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി നമുക്ക് വില്ലിനെ സംരക്ഷിക്കായിരുന്നു, വില്ല് ഫയർ ബോൾ എന്താണെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ലൂക്കസ് നീ എന്താ പറയുന്നതെന്ന് ചോദിക്കാണ് ചെയ്യുന്നത്. അവര് 10 മിനിറ്റ് കഴിഞ്ഞ് കാണാന്ന് പറഞ്ഞ് കോൾ കട്ടാക്കാണ് ചെയ്യുന്നത്. പിന്നെ മൈക്കാണെങ്കിൽ ബാഗിൽ ടോർച്ചും ഫോണും എല്ലാം എടുത്തിട്ട് സൈക്കിളിൽ പോവാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് ഹോട്ടലിൽ ഇരുന്ന് ഐസ്ക്രീം തിന്നുന്ന എലവനെയാണ്. അവൻ ആക്രാന്തത്തിൽ കഴിക്കുന്നത് കണ്ടിട്ട് ബെന്നി ആണെങ്കിൽ കഴിച്ചു കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ബെന്നിയെ നോക്കി ചിരിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ വാതിൽ ശക്തി
ശക്തിയായി ആരോ മുട്ടുമ്പോ എലവൻ നെട്ടുന്നുണ്ട്. അത് കണ്ട ബെന്നി നീ പേടിക്കണ്ട, നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി നോക്കിയിട്ട് വരാ എന്ന് പറഞ്ഞ് വാതിലിനടുത്തേക്ക് പോവാണ് ചെയ്യുന്നത്. അപ്പോ ബെന്നി വാതിൽ തുറക്കുമ്പോണെങ്കിൽ പുറത്തൊരു സ്ത്രീ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോ അവളെ നോക്കിയിട്ട് ബെന്നി പരിചയഭാവത്തിൽ നീ ഇത്ര വേഗം വരുമെന്ന് ഞാൻ കരുതിയില്ല, നീ വരുന്ന കാര്യം ഞാൻ അവനോട് പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് അവളെ അകത്തേക്ക് വിളിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അവളാണെങ്കിൽ അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോ ബെന്നി അവൻ കിച്ചണിലാണ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോ ആ സ്ത്രീ അവിടെ വെച്ച് തന്നെ ബെന്നിയെ ഷൂട്ട് ചെയ്ത് കൊല്ലാണ് ചെയ്യുന്നത്. അതാണെങ്കിൽ കിച്ചണിൽ നിന്ന് എലവൻ കാണുന്നുണ്ടായിരുന്നു. അവൻ അപ്പ തന്നെ അവിടെ നിന്ന് ഓടിപ്പോവുമ്പോ എലവന്റെ മുന്നിലേക്ക് വേറെ 2 ലാബിലെ ആളുകൾ വന്ന് എലവനെ തോക്ക് ചൂണ്ടുന്നുണ്ട്. പിന്നെ മാർട്ടിൻ വന്ന് നോക്കുമ്പോ ആ തോക്ക് ചൂണ്ടിയ 2 ആളും മരിച്ചു കിടക്കുന്നതായാണ് കാണുന്നത്. എലവനാണെങ്കിൽ അവിടെ കാണുന്ന പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ കാണിക്കുന്നത് വില്ലിന്റെ ഫ്രണ്ട്സ് സൈക്കിളിൽ വില്ലിനെയും തേടി പോകുന്നതാണ്. കുറച്ചു ദൂരം പോയിട്ട് സൈക്കിൾ അവിടെ വെച്ച് കാട്ടിലോട്ട് നടന്നു പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വില്ലിന്റെ അമ്മയും ജോൺതനും വില്ലിനെ ആലോചിച്ച് കരയുന്നതാണ്. അപ്പോഴാണ് ഫോൺ ബെൽ അടിക്കുന്നത്. ജോയ്സ് ഓടിപ്പോയി ഫോൺ എടുത്ത് ഭയങ്കര വെപ്രാളത്തോടെ ആരാന്നൊക്കെ ചോദിക്കുമ്പോ വില്ലിന്റെ ചെറിയ ശബ്ദവും ഡെമോഗോർഗണിന്റെ പോലത്തെ ഉള്ള ശബ്ദമൊക്കെ കേട്ടിട്ട് അമ്മയാണെങ്കിൽ വിൽ വിൽ എന്ന് വിളിച്ചലറുമ്പോ ജോൺതൻ വന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോ ആ ഫോണിലെ ശബ്ദം കൂടി വരുന്നുണ്ട്. അപ്പോ ജോയ്സ് ഫോൺ നിലത്തെറിയാണ് ചെയ്യുന്നത്. അപ്പോ ജോൺതൻ ഫോൺ എടുത്തിട്ട് ഹലോ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ മറുഭാഗത്ത് നിന്ന് ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് ഫോൺ അവിടെ വെക്കുമ്പോ ജോയ്സ് ആണെങ്കിൽ ജോൺതനെയും പിടിച്ച് കരയാണ് ചെയ്യുന്നത്. ജോൺതൻ എന്താന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ജോയ്സ് ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ കാണിക്കുന്നത് മൈക്കിനെയും ലൂക്കസിനെയും ഡസ്റ്റിനെയുമാണ്. അപ്പോൾ ഡസ്റ്റിൻ നമുക്ക് തിരിച്ച് വീട്ടിൽ പോയാലോ എന്ന് ചോദിക്കുമ്പോ മൈക്കാണെങ്കിൽ നീ എന്താ കുഞ്ഞു വാവയാണോ എന്ന് കളിയാക്കും വിധത്തിൽ സംസാരിക്കുമ്പോ ഡസ്റ്റിൻ അങ്ങനെയല്ല, നമ്മൾ തനിയല്ലേ വന്നതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ലൂക്കസ് ആണെങ്കിൽ നമ്മൾ തനിയെ ഒന്നുമല്ല, നമ്മൾ 3 പേരുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഡസ്റ്റിൻ പേടിയോടെ നമ്മുടെ കയ്യിൽ ആയുധമൊന്നുമില്ല, ഇപ്പോ പോലീസ് വന്നാ നമ്മളെന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോ അവിടുന്ന് എന്തോ ശബ്ദം കേട്ടപ്പോ മൈക്ക് വായു പൂട്ടാൻ അവരോട് പറയുന്നുണ്ട്. അപ്പോ അവര് പേടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടോർച്ച് അടിച്ച് നോക്കുമ്പോ അത് വേറെ ആരുമല്ല, മഴയത്ത് നനഞ്ഞു കുളിച്ചിരിക്കുന്ന നമ്മുടെ എലവനാണ്. അവരെ പോലെ തന്നെ എലവനും പേടിച്ച് അവരെ നോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രേഞ്ചർ തിങ്സിലെ സീസൺ 1 എപ്പിസോഡ് 1 ഇപ്പൊ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ബാക്കി എപ്പിസോഡുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക.